ജനന സർട്ടിഫിക്കറ്റുമായി വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന, ജനനത്തിനും മരണത്തിനും ഇടയിൽ ബാക്കിയാക്കുന്ന ഗസയിലെ കൊച്ചു ജീവനുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എന്റെ പേര് മുഹമ്മദ് സ്നാൻസി. മുദസ്സിർ ഇബ്രാഹിം നയിക്കുന്ന MSFന്റെ കരുത്തൂറ്റ പാനലിൽ ജനറൽ സെക്രട്ടറിയായാണ് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ എനിക്കും എന്റെ പാനലിലെ മറ്റു സ്ഥാനാർത്ഥികൾക്കും നൽകി വിജയിപ്പിക്കണമെന്ന താഴ്മയായി അപേക്ഷിക്കുക. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന എനിക്ക് ഈ സ്ഥാനത്തിന്റെ ഉത്തരവാദിത്തത്തെപ്പറ്റി കൃത്യവും പൂർണ്ണവുമായ ഉത്തമ ബോധമുണ്ട്. വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനങ്ങളെ പ്രാവർത്തിക യോഗ്യമാക്കാനും അതിനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ട്. മാത്രമല്ല, ജനറൽ സെക്രട്ടറിയെ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഈ ക്യാമ്പസിന് വേണ്ടി, നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ക്യാമ്പസിൽ സർഗാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അതിനാവശ്യമായ സാമ്പത്തിക മൂലധനം കണ്ടെത്തുമെന്നും അതിന്റെ വരവ് ചിലവ് കണക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമെന്നും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ട മഹാരാജാസിലെ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ വിദ്യാർത്ഥി യൂണിയൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ച മാനിഫെസ്റ്റോയിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള പല വാഗ്ദാനങ്ങളും പുതിയ യൂണിയൻ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ആ വാഗ്ദാനങ്ങളിൽ പലതും ഇന്നും വാഗ്ദാനങ്ങൾ മാത്രമായി തുടരുകയാണ്. പക്ഷേ MSF മാനിഫെസ്റ്റോ ഈ വർഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ച ആ മാനിഫെസ്റ്റോ നിങ്ങൾക്ക് മുമ്പിലേക്ക് നീട്ടിക്കൊണ്ട് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള സകലമാന കാര്യങ്ങളും ചുരുങ്ങിയ വിദ്യാർത്ഥി യൂണിയൻ കാലയളവിൽ ഞങ്ങൾ ചെയ്തു കാണിച്ചു തരാമെന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രശസ്ത കവി ആമിർ അസീസിന്റെ ഒരു കവിതയുണ്ട്. സഭ്യാത് രേഖ ജായക, സബ് കുച്ച് യാത് രേഖ ജായക. സകലതും ഓർത്തു വെക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തു വെക്കപ്പെടും. അതിനൊരു കഴിയുണ്ട്. ഞങ്ങൾക്കിതറിയാം, നിങ്ങൾ മഷി കൊണ്ട് നുണകൾ എഴുതിപ്പിടിപ്പിക്കുമെന്ന്. പക്ഷേ ഞങ്ങളുടെ രക്തം കൊടുത്തിട്ടാണെങ്കിലും സത്യം എഴുതപ്പെടുമെന്ന് അനന്തപുരിയിലെ സകലമായ അധികാരങ്ങളും കയ്യൂക്കിന്റെ ബലത്താലും നുണപ്രചാരണങ്ങളാലും നിങ്ങൾ കോട്ടയായി പൂട്ടിവെച്ച സകലമായ കോട്ടത്തലങ്ങളും MSF സത്യത്തിന്റെ താക്കോൽ കൊണ്ട് തുറക്കുന്ന കാലമാണിത്. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ അക്രമ പരമ്പരകളാലും മനുഷ്യലംഘന പ്രവർത്തനങ്ങളാലും കോട്ടയായി കാത്തുവെക്കുന്ന ഈ മഹാരാജാസിന്റെ ചെങ്കോട്ടയും MSF സത്യത്തിന്റെ താക്കോൽ കൊണ്ട് തുറന്നെത്തുന്ന കാലം പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കോട്ടത്തലങ്ങൾ പൊളിക്കുമ്പോൾ അവർ അവരുടെ അവസാന തലവർക്കും. MSF വർഗീയ പാർട്ടിയാണ്. ക്യാമ്പസ് ഫ്രണ്ടിനെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരാൻ ആവശ്യമില്ലല്ലോ. ക്യാമ്പസ് ഫ്രണ്ടിനോടൊപ്പം നിങ്ങൾക്ക് വർഗീയവാദികളായി ചാപ്പുകുത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIയോടൊപ്പം സഖ്യം കൂടി കോളേജ് യൂണിയൻ ഭരിച്ച ടീമല്ല നിങ്ങൾ. ആ ടീമാണോ MSFന് വർഗീയവാദികളായി ചാപ്പുകുത്തിയത്? ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഈ പൊൻപതാക ഒരു മത തീവ്രവാദികളോടൊപ്പം ഒരു വർഗീയവാദികളോടൊപ്പം കൂട്ടിക്കെട്ടില്ലെന്ന ഉറപ്പ് ജനാധിപത്യ വിശ്വാസികളായ എന്റെ പൊന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ നൽകുകയാണ്. അവരുടെ പതാകകളിലേക്ക് നോക്കൂ. എന്ത് മനോഹരമായാണ് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് എഴുതിയിട്ടുള്ളത്. പക്ഷേ ആശയപരമായി നേരിടാൻ കഴിയാത്ത, ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന സ്വാതന്ത്ര്യത്തെപ്പറ്റിയും ജനാധിപത്യത്തെപ്പറ്റിയും സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, MSF ഒരു ക്യാമ്പസിലും വിജയിക്കാൻ വേണ്ടി ഒരു വർഗീയവാദിയുടെയും വോട്ട് വാങ്ങിയിട്ടില്ലാന്നും കേന്ദ്രമായ ഒരു ക്യാമ്പസിലും SFയുടെ കൊടി പാടിപ്പിക്കാതെന്നിട്ടില്ലെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കാരണം ഈ സംഘടന മതേതരത്വത്തിന്റെ, സമാധാനത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സംഘടനയാണെന്ന് നിങ്ങളോട് പറയിക്കാൻ വിദ്യാർത്ഥികളെ. മാത്രമല്ല വിദ്യാർത്ഥികളെ, നേരത്തെ സ്ഥാനാർത്ഥി സംസാരിച്ചുപോയി. ആ സ്ഥാനാർത്ഥി ആഘോഷിച്ചുകൊണ്ടാണ് കടന്നുപോയിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥാനാർത്ഥിക്ക്, അങ്ങനെയുള്ള ജനറൽ സെക്രട്ടറിക്ക് നിങ്ങൾ വോട്ട് നൽകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. മാറ്റത്തിന് വോട്ട് നൽകുമ്പോൾ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നവർ വോട്ട് നൽകണം. ആഘോഷിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ കൈ നീട്ടിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥികൾക്കെല്ലാം നിങ്ങളുടെ വോട്ട് നൽകേണ്ടതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നാളെ നിങ്ങൾ സ്വന്തം ബാലറ്റ് പേപ്പറിലൂടെയാണ് ആ പിന്തുണ മുഴുവനും MSF എന്ന് പറയുന്ന മതേതര സംഘടനകൾ നൽകുന്നുണ്ട്. ഒരു വോട്ട് പോലും, നിങ്ങൾ നൽകുന്ന ഒരു വോട്ട് പോലും ഉറപ്പ് നൽകുന്നു. ഞാൻ എന്നെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നു. എന്റെ പേര് മുഹമ്മദ് സ്നാൻ. മുദസ്സിർ ഇബ്രാഹിം നയിക്കുന്ന MSF
പാനലിൽ ജനറൽ സെക്രട്ടറി മത്സരിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയും വോട്ടും പ്രതീക്ഷിച്ചു ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് മഹാരാജ, ജയ് അമൃത്സർ.